അഞ്ജന അൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ് അഞ്ജന. അഞ്ജനയ്ക്ക് ഇപ്പം എത്ര വയസ്സായി? 26. പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പമാണ് എന്നാണ് പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയേണ്ടി വരിക. എന്തായാലും പി സി ജോർജ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. വീണ്ടും പി സി ജോർജിനെ വീണ്ടും പൂട്ടാനൊരുങ്ങുകയാണോ പോലീസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പി സി ജോർജിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 പരാതികൾ ലഭിച്ചു കഴിഞ്ഞു. സമാനമായ കുറ്റകൃത്യമാണ് പി സി ജോർജ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗിന്റെ പ്രതികരണമാണ് നമ്മൾ തേടിയത്. ഇവർ പറയുന്നത് തക്കതായ നിയമ നടപടി ഇതിലുണ്ടാകണം എന്നതാണ്. ഈ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് തന്നെ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് ഉള്ളത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന് ജാമ്യം ലഭിച്ചത്. 10 ദിവസങ്ങൾ തികയുന്നതിന് മുൻപാണ് അടുത്ത പരാമർശം നടത്തിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ അടക്കം ലംഘിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവും ഉണ്ടാകണമെന്നാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ നടത്തിയിരിക്കുന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത് സംഭവം അടിസ്ഥാനരഹിതമാണ് എന്നതാണ്. പതിവ് പരാമർശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് കണക്കുകളെല്ലാം തന്നെ എടുത്തുകൊണ്ടാണ് പി സി ജോർജ് ഇത്തവണ പരാമർശം നടത്തിയിരിക്കുന്നത്. 400-ലധികം പെൺകുട്ടികളാണ് മീനച്ചിലിൽ തന്നെ ലവ് ജിഹാദിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ പരാമർശത്തെ തള്ളുകയാണ്. അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത്. ഏതെങ്കിലും ഒരു 50 പെൺകുട്ടികളെങ്കിലും കാണിക്കാൻ കഴിയുമോ എന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പി സി ജോർജിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഗൗരവകരമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ സംഭവം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ദിശ സംഘടനയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പാലാ പോലീസ് സ്റ്റേഷനിലാണ് ഓൺലൈൻ മുഖേന പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിലും ഇന്ന് FIR എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തൊടുപുഴയിലും പി സി ജോർജിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ഇനിയും വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഈരാറ്റുപേട്ട പോലീസ് വ്യക്തമാക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ഗുരുതരമായ കുറ്റവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പി സി ജോർജിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ.